എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എത്രമാത്രമാണ് ചിന്തിക്കുന്നത്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന്. ഇനി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതുപോലെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ആഗ്രഹിച്ച് അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വളരെ ആഗ്രഹത്തോടെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ആ പേഴ്സണും അങ്ങനെ തന്നെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ആ പേഴ്സണെ മറക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെയും മറക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്ന്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ പേഴ്സണെ മറക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിനെ പറ്റി ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എപ്പോഴും അതിന് സാധിക്കാറില്ല. എങ്കിൽ കൂടി വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത്. അതായത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന കാര്യം വരുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത്. അതായത് നിങ്ങളാണ് വളരെയധികം ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ആളാണെന്ന്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ഇത് ആ പേഴ്സൻ്റെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളാണ് ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്നൊരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ട്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ ഒരു വിശ്വാസം ആ പേഴ്സണും ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അത്രയും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണ് ഈ ഒരു സമയത്ത് സാധിക്കുന്നില്ല. ആ പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷേ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ഈ ഒരു സമയത്ത് പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു കാർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പേഴ്സൺ എത്രമാത്രമാണ് വിഷമിക്കുന്നതെന്ന്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ വിഷമം ആരോടും പറയുന്നില്ല. ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല. മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും ആ പേഴ്സൻ്റെ വിഷമം നിങ്ങളോടെങ്കിലും പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ പേഴ്സൺ അതിന് സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണമെന്ന് ശ്രമിച്ചാലും, എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ശ്രമിച്ചാലും ആ പേഴ്സൺ അതിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതോർത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ ഇപ്പോൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത്
ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കൊണ്ട് മാത്രമായിരിക്കില്ല, മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നതിന്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നാണ്. എന്ന് വെച്ച് അതുകൊണ്ട് മാത്രമായിരിക്കില്ല ആ പേഴ്സൺ വിഷമിക്കുന്നത്. പക്ഷേ എനിക്കിവിടെ കൂടുതലായിട്ട് ലഭിക്കുന്ന എനർജി അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന്. ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ എനർജി മാത്രമല്ല എനിക്കിവിടെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ലഭിക്കുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ആ പേഴ്സൺ എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്നാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇനി ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തിരികെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇനിയൊരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറുകയാണെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായാലും എപ്പോഴും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിക്കോട്ടെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം വരുമ്പോൾ ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത്രത്തോളം തന്നെ നിങ്ങളും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആരും പിന്നിലല്ല. അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല, നിങ്ങൾ ആ പേഴ്സണെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. രണ്ടുപേരും ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഇപ്പോൾ ഒരുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എനിക്കിവിടെ ഒരുപോലെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. നമുക്ക് നോക്കാം എത്രമാത്രമാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. അത് ഓർക്കുമ്പോൾ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സണ് ഒരുപാട് സന്തോഷം നൽകുന്ന സമയം ഉണ്ടായിരുന്നിരിക്കാം. ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ പേഴ്സണ് നോ കോൺടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ പേഴ്സണ് ഒരുപാട് സന്തോഷം നൽകുന്ന സമയം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ പേഴ്സൺ ആ ഒരു സന്തോഷം നിറഞ്ഞ സമയമല്ല ഓർമ്മ വരുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ് ആ പേഴ്സൺ ഓർമ്മ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ആ പേഴ്സൺ എപ്പോഴും ഓർമ്മ വരുന്നത്. അത് ഓർക്കും തോറും ആ പേഴ്സൺ വിഷമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ആ പേഴ്സൺ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ പേഴ്സണ് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ചല്ല ഓർമ്മ വരുന്നത്, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്ക് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചെറിയ വഴക്കായിരിക്കാം, ആ ഒരു വഴക്കിനെ കുറിച്ചാണ് ആ പേഴ്സണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എത്രമാത്രമാണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് എത്രമാത്രമാണ് എന്നെനിക്കിങ്ങനെ എടുത്തു പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുക്കാം. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന്. അതായത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച്
എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ, അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിഷമിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിനേക്കാൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്നോർത്താണ് ആ പേഴ്സൺ വിഷമിക്കുന്നത്. അതായത് ആ പേഴ്സൻ്റെ വിഷമത്തിനേക്കാൾ ആ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ വിഷമത്തിനാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടാകുമല്ലോ എന്നോർത്തിട്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സണെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാകുമെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതായത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി നിങ്ങളോട് ആ പേഴ്സൺ പറയുന്നുണ്ടാവില്ല, ആ പേഴ്സൻ്റെ വിഷമം ആരോടും പറയുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ച് ആ പേഴ്സൺ വിഷമിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ മാത്രമാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതെന്ന്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ച സമയത്ത് നിങ്ങൾ വിഷമിച്ചിരുന്നത് പോലെ നിങ്ങളിപ്പോൾ വിഷമിക്കുന്നുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കാം ഇപ്പോൾ ചിന്തിക്കുന്നത്. അതെനിക്ക് വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ള മെസ്സേജ് എനിക്ക് വീണ്ടും ലഭിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ, വളരെയധികം അല്ലെങ്കിൽ പോലും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുക എന്നതിലുപരി നിങ്ങളെ കാണാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കാനും ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് സംസാരിക്കുക എന്നതിലുപരി നിങ്ങളെ കാണാൻ ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ വളരെയധികം ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് മാത്രമല്ല, ആ പേഴ്സൺ അത് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എത്രയും പെട്ടെന്ന് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. ഇവിടെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് എനിക്ക് ലഭിക്കുന്ന ഒരു എനർജി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ അത് കാര്യമാക്കാതെ നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ? അതായത് ആ പേഴ്സൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് ആ പേഴ്സൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പേഴ്സൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിൽ കൂടി ആ പേഴ്സൻ്റെ സന്തോഷത്തേക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ടോ അത്രമാത്രം പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങളുടെ സന്തോഷത്തിനും നൽകുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.